Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning. Good morning. Yes, Jerusha. Yes, Deveshwar. Rija. Prayer start ചെയ്യട്ടെ sir. Yes. Okay. ഇങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ഞാനും നീയല്ലോ പുല്ലുമാടകം പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചേരിയായി എന്നോടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു സർ. ഓക്കെ, നല്ല ലളിതമായ വഴിയാണ് അല്ലേ സുരമ്യ? യെസ്. ഇനി Sir, signing. ഫോട്ടോ സൈനിങ് ഓൺ. പറഞ്ഞോളൂ ജെറുഷ. Okay, sir. Good morning, sir, and my dear friends. Today is 31st July, and it's a day to remember the great Indian freedom fighter and poet Munshi Premchand, as it is his birth anniversary. Known for his powerful stories and novels, Premchand used literature to bring social awareness and inspire change. Let's take inspiration from his words and begin our day with positivity and purpose. Wishing everyone a joyful and meaningful day ahead. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ജെറുഷ. യെസ്, സ്റ്റാർട്ട് ചെയ്യട്ടെ. ലെറ്റ് സ്റ്റാർട്ട്. സോ വിത്ത് യുവർ കൺസെന്റ് വി ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വെർബ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വെർബ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് അറിയണം. അത് നമ്മൾ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഇന്ന ടെൻസിലുള്ള വാചകമാണ് അത് എന്നെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന്റെ 4 കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്താണ്, സിമ്പിൾ പാസ്റ്റിന്റെ എന്താണ്, സിമ്പിൾ ഫ്യൂച്ചറിന്റെ എന്താണ്, പ്രസന്റ് കണ്ടിന്യൂസിന്റെ എന്താണ്, നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആയിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് അതിന്റെ കൂടെ ഈച്ച്. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ആം ഐ റൈറ്റ് അർച്ചന? ഓക്കെ. അപ്പൊ നമ്മളപ്പോ 4 എണ്ണം പറഞ്ഞു. ഞാൻ 5ാമത്തെ പറയുന്നു. 5ാമത്തെ ഹെഡിങ് ആയിരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ്. PAST, പാസ്റ്റ് കണ്ടിന്യൂസ്. CONTINUOUS, പാസ്റ്റ് കണ്ടിന്യൂസ്. യെസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. അടുത്ത് നമുക്ക് നോക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഒരു വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഉണ്ടാവും. ഹിയോ, ഷിയോ, ദേയോ, യുവോ ഈ സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഇരിക്കും എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ എസ് എന്ന് പറയുന്നത്. എസ് പ്ലസ് അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ. വാസ് കഴിഞ്ഞിട്ട് സ്ലാഷ് വരച്ചിട്ട് വേർന്നല്ല, WERE, വേർ. വാസ് ഓർ വേർ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ വി.
പ്ലസ് ING. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ്, വാസലെങ്കിൽ വേറെ, വെർബ്, പിന്നെ ING. അപ്പൊ വാസ് ഏതിന്റെ കൂടെ എല്ലാം വരും, വേറെ ഏതിന്റെ കൂടെ എല്ലാം വരും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ വാസ് എന്നൊരു സൈഡിലൊന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതുക. ഐയുടെ കൂടെ ഐ വാസ് എന്നേ വരുള്ളൂ. ഐ വാസ്. പിന്നെ ഷീ വാസ്, ഷീ, കോമ ഷീ, SH ഷീ, കോമ ഹി, HE ഹി, ഹിയുടെ കൂടെ വാസ് വരുള്ളൂ. പിന്നെ ഇറ്റ്, സിംഗുലർ, ഇറ്റ്, ഇത് വാസ് വരുള്ളൂ. പിന്നെ സിംഗുലർ ഒരെണ്ണം ഉള്ളെങ്കിൽ ബോയ്, ഗേൾ, സൺ, ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ ഒരെണ്ണം ഉള്ളെങ്കിൽ അവിടെയൊക്കെ എന്ത് വരുള്ളൂ, വാസ വരുള്ളൂ കേട്ടോ. യെസ്. ഇനി അടുത്ത അതിന്റെ വാസിന്റെ താഴെ വേർ, WER, വേർ. എന്റെ വേർന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് എഴുതിക്കോ. ഇതിന്റെ ഒഴിച്ച് ബാക്കിയൊക്കെ വേറാണ്. അപ്പൊ ഇങ്ങനെ എഴുതിക്കോ. You, we were, we, WE, comma, you, you, comma, they, 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 comma, plural, PLURAL, plural. Yes. Yes, ഇത്രയും കൂടെ വരുന്നത്. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ശ്രീലക്ഷ്മി, യെസ്. നമുക്കേ ഇവിടെ ഞാൻ പറഞ്ഞു ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ കൂടെ വാസിന്റെ വരുള്ളൂ നോക്കും. വേറൊന്ന് വരൂ. ഞാൻ അത് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ട് കാര്യം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐയുടെ കൂടെ വേറെ വരും. ഓർമ്മയുണ്ടാകുന്നെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 99% ഐ കഴിഞ്ഞാലും വാസ്യം വരും. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഐ കഴിഞ്ഞാലും വേറെ വരും. അപ്പൊ അത് കാണുമ്പോൾ ഇവിടെ പെൻഡിങ് മിസ്റ്റേക്ക് ആണ് ചിന്തിക്കരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വരുന്നത്. അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റീജ ഓർമ്മയുണ്ടോ? ഓക്കെ, അങ്ങനെ വരും കേട്ടോ. വെരി ഗുഡ്. വേറൊരു പേര് ഈഫ് വരുമ്പോഴാണ്. കറക്റ്റ് ആണ്. യു ആർ വെരി ഗുഡ് അമൃത. ഈഫ് വരുമ്പോഴാണ് അതിന് അൺറിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈഫ് ക്ലോസില് അൺറിയൽ കണ്ടീഷൻ, അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ. ഞാനിപ്പോ പറയുന്നത് അമൃതയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെങ്കിലും നടക്കും. ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അത് പറയുമ്പോൾ അമൃതയോട് എനിക്ക് പറയാം, അമൃതയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനത് എതിർത്തേനെ. പക്ഷെ ഒരിക്കലും നടക്കില്ല. അമൃതക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്നെങ്കിലും നടക്കും. ഒരിക്കലും നടക്കില്ല. അതൊക്കെ പറയുമ്പോൾ ഐ കഴിഞ്ഞു കഴിഞ്ഞാലും വാസ് പറയരുത്, വേറെ പറയാം. അപ്പൊ എങ്ങനെ വരും? ഇഫ് ഐ വേർ എ ബേർഡ്, അതാണ് കറക്റ്റ്. ഇഫ് ഐ വാസ് എ ബേർഡ് എന്ന് പറഞ്ഞാൽ പക്ഷിയാവാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും നടക്കാത്തതാണ്. അപ്പൊ ഇഫ് ഐ വേർ എ ബേർഡ്. അപ്പൊ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് അതായത് ഐയുടെ കൂടെ വാസേ വരൂ, പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ദാറ്റ് മീൻസ് അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഐയുടെ കൂടെ വേറെ വരും. അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഭാഷയിൽ ഞാൻ പറയാം. ഇഫ് ഐ വേർ ഇൻ ദ പ്ലേസ് ഓഫ് അമൃത, അമൃതയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ല ഇഫ് ഐ വാസ് അല്ല, ഐ വേർ, കാരണം ഒരിക്കലും നടക്കാത്ത സംഗതിയാണ്. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ എ ലയൺ, ഞാനൊരു സിംഹമായിരുന്നെങ്കിൽ. ഇതൊന്നും നടക്കില്ല. അപ്പൊ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വേറെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം എവിടെയെങ്കിലും. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ്, വാസലെങ്കിലും വേറെ കഴിഞ്ഞ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഐ എഴുതും. ഓക്കെ, അമൃത തന്നെ പറഞ്ഞിട്ടുണ്ട്.
Okay, sir. ഒരു എക്സാമ്പിൾ പറയാം. ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ എക്സാമ്പിൾ പറയാം. ഓരോരുത്തരും മനസ്സിൽ നോക്കി വെച്ചോട്ടോ. വാസ് വെച്ചിട്ടും വേറെ വെച്ചിട്ടും. She was playing. ഓക്കെ, ഷി വാസ് പ്ലേയിങ്. അതിന്റെ അർത്ഥം എന്താണ്? അവൾ കളിക്കുകയായിരുന്നു. ഈസ്, ആം, ആറ് ഞാൻ പറഞ്ഞു ആകുന്നു. ഈ വാസിന്റെയും വേറിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. ആയിരുന്നു. അപ്പൊ ആയിരുന്നു ചേർത്താൽ മതി. ഐ വാസ് പ്ലേയിങ്, ഞാൻ കളിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ്, ഞാൻ വായിക്കുകയായിരുന്നു. ഐ വാസ് ലുക്കിംഗ് യു, ഞാൻ നിങ്ങളെ നോക്കുകയായിരുന്നു. ഇതെന്താന്ന് പറഞ്ഞാലേ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കാര്യത്തിന്റെ ഇടക്ക് വേറൊരു കാര്യം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വരില്ലേ. ഒരു എക്സാമ്പിൾ പറയാം. അർച്ചനയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. റീജ ചെല്ലുന്നു. അർച്ചനയുടെ വീട്ടിലേക്ക് റീജ ചെല്ലുമ്പോൾ അർച്ചന ഉറങ്ങുകയായിരുന്നു. കണ്ട, ചെന്നപ്പോ അവിടെ വേറെ കാര്യം നടന്നുകൊണ്ടിരിക്കണം. അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കണം? ഉറങ്ങുകയായിരുന്നു. ആ കേസ് പിറ്റേ ദിവസമാണ് റീജ നമ്മോട് പറയുന്നത്, ഞാൻ ഇന്നലെ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങിയത്. അല്ല, വെൻ ഐ വെന്റ് ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ ഉറങ്ങിയാണെന്നാണ്. ഇപ്പൊ ഉറങ്ങില്ല, വേറെ എല്ലാ പരിപാടിയിലായിരിക്കും. ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ അവൾ ആ പരിപാടിയിലായിരുന്നു. അപ്പൊ ഒരെണ്ണത്തിന്റെ ഇടക്ക് വേറൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് അത് പറയുന്നു. യെസ്, അതാണ് ആയിരുന്നു എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അകത്ത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. യെസ്, ഓക്കെ. വേറെ എക്സാമ്പിൾ പറഞ്ഞ റീജ. They were watching TV. Yes, they were watching TV. Or വേറെ പറഞ്ഞ ഒരു വാസ് വെച്ച് പറഞ്ഞേ. He was eating biryani. Yes, he was eating biryani. Okay. Archana പറഞ്ഞോളൂ. They were playing football. Okay. Playing നേരത്തെ അമൃത പറഞ്ഞാണ്. ഒന്ന് മാറ്റി പിടിക്കുക. I was studying. I was studying. I was studying English grammar. Okay. I was attending Jobsan class. എടുക്കൽ എങ്ങനെ? Yesterday I was attending the class. Okay. Very good. ഇനി ഒന്ന് വാസല്ല വെച്ചോ. ഇതിന് വേറെ വെച്ചാലും പറഞ്ഞേ. വേറെ വരുന്ന പറഞ്ഞ എക്സാമ്പിൾ അർച്ചന. എല്ലാവരും ഒരു വാസം ഒരു വേറെ കരുതിയിൽ കരുതി വെച്ചോട്ടെ. സ്പീഡിൽ പോകുന്നത്. യെസ്, ജെറൂഷ പറയും. വാസം നിർമ്മിച്ച എക്സാമ്പിൾ പറഞ്ഞേ. Okay, sir. She was cooking dinner at 7 p.m. Okay, she was cooking. അടുത്തത്. We were studying for the test together. ക്ലിയർ ആയി ഒന്നുകൂടി പറഞ്ഞേ. We were studying for the test together. Yes, we were studying. Okay. സംഗതി അവിടെ വരെ വന്നപ്പോൾ കറക്റ്റ്. ഓക്കെ. ഇപ്പൊ പിടികിട്ടിയല്ലോ. എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചർ പിടികിട്ടിയല്ലോ. She was reading book. Okay, she was reading book. കറക്റ്റ്. She was reading book. ഇതേ നിങ്ങളത് ശരിക്കും അത് മനസ്സിലാക്കി വെക്കണോട്ടാ. മറക്കെടുക്കാൻ ഉപകാരത്തേക്കുള്ളൂ. ഇംഗ്ലീഷിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ടെൻസ്. എന്റെ ടെൻസ് ആണ് എന്റെ ന്യൂക്ലിയസ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. ക്ലീനായിട്ട് നമുക്ക് പറയാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ അടുത്തിലോട്ട് പോവുകയാണ് സമയക്കുറവുകൾ. അടുത്ത ടെൻസ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചു. എക്സാമ്പിൾ എഴുതി വെച്ചു. Example 1. They were reading, READING, reading book. They were reading book. അപ്പൊ നമ്മൾ പറഞ്ഞ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ എക്സാമ്പിൾ ആണ്. They were reading book. And example number 2. He was drinking, DRINKING, drinking TEA. അപ്പൊ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സുലമ്യ. Yes, sir. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ കേൾക്കണമെന്ന് വായിച്ചു. Okay, sir. Simple future. Okay, sir. S plus
will or shall plus verb present. അറിയാൻ വേണ്ടി ചോദിച്ചു. ഓക്കെ ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതുന്നു. 6ാമത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. FUTUR, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഇടയിൽ അതിന്റെ സ്ട്രക്ചർ അത് S പ്ലസ് will or shall. വില്ല് ഒരു സ്ലാഷ് ഷാല്, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. will or shall പ്ലസ് be പ്ലസ് we, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം we, പ്ലസ് ING. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് will അല്ലെങ്കിൽ ഷാലെ പ്ലസ് be പ്ലസ് be and BE, be പ്ലസ് വെർബ് പ്ലസ് ING. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ അർത്ഥം എന്താണ്? നേരത്തെ വാസു വേണു എന്നൊക്കെ ഞാൻ പറഞ്ഞു ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ സാമാറിന്റെ അർത്ഥം ആകുന്നു എന്ന് പറഞ്ഞു. ഈ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബിയുടെ അർത്ഥം എന്താണ്? ആയിരിക്കും. ആയിരിക്കും. ആയിരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. They will be reading book tomorrow. നാളെ അവർ ബുക്ക് വായിക്കുകയായിരിക്കും. യെസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം my husband will be going to America next week. അടുത്ത ആഴ്ച എന്റെ ഭർത്താവ് അമേരിക്കയിലേക്ക് പോവുകയായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ പറയാം. യെസ്. വേണമെങ്കിൽ നമുക്ക് വേറെ അടുത്ത വാചകം നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം. I will be attending an examination tomorrow. നാളെ ഞാനൊരു പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സബ്ജക്റ്റ് വേണം, will അല്ലെങ്കിൽ ഷാല് വേണം, ബി വേണം, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ING. സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ING. ഇതിനെ ഒഴുകിങ്ങാണ് വരണം, എങ്ങും തടയാതെ. ഇത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒഴുകി വരണം. Simple present subject plus verb in the present tense, simple past subject plus verb in the past tense, simple future subject plus will shall verb in the present tense, present continuous subject plus is regular verb plus ING, past continuous subject plus was regular verb plus ING, future continuous subject plus will shall plus be plus verb plus. നിങ്ങൾ വന്നുകയാണ് എങ്കിലേ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മൾ മനസ്സിലേക്ക് പറ്റുമോ? ഇപ്പോഴേ എനിക്ക് അങ്ങനെയാണ് ഡെവലപ്പ് ഉണ്ടത്. ഇനി നോക്കി എടുക്കുന്നുണ്ട് കുറച്ചും കൂടി. 12 എണ്ണത്തിലോട്ട് എത്തുന്നത് നോക്കും. അപ്പോ 12 എണ്ണം ആവാൻ വേണ്ടി കാത്തിരിക്കണ്ട. വേവണത് കഴിച്ചോ എന്ന് പറഞ്ഞ പോലെ റെഡിയായിട്ട് എടുത്തോ. യെസ്, ഓക്കെ, റെഡി. അപ്പൊ സബ്ജക്ട് പ്ലസ് will shall plus be plus verb plus ING. അപ്പൊ സുരമ്യക്കാണ് ചാൻസ്. അപ്പൊ ജെറൂഷ വഴി നേരത്തെ പറഞ്ഞത് സുരമ്യ എല്ലാവരും ഒരെണ്ണം വിൽബി വെച്ചിട്ട് പറയാനായിട്ട് റെഡി ആയിട്ട് വെച്ചോ. 1-2 സെന്റൻസ് മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചോ. സുരമ്യ ഐശ്വര്യ സ്റ്റാർട്ട് ചെയ്യും. We will be preparing for examination. We will be preparing for the examination. Okay, ഞങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി. എന്നിട്ട് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റുമോ സുരമ്യ? Yesterday, no. We will be preparing for the examination yesterday എന്ന് പറയാൻ പറ്റുമോ? ഇല്ല sir. ശ്രദ്ധിച്ചോളണം, യെസ്റ്റർഡേ എന്ന് പറയുന്നത് കാരണം ചെയ്യുകയായിരിക്കും അല്ലേ? അല്ലേ? ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അടക്കം പോണ കാര്യമാണ് അല്ലെ? ചെറിയ കുട്ടികൾ കരഞ്ഞു കഴിയുമ്പോൾ ഒരു കിളിക്കെട്ട് ഇങ്ങനെ കിളിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടി. അപ്പൊ അത് ശല്യമായി കഴിഞ്ഞപ്പോ അമ്മ എന്ത് ചെയ്തു? അത് വാങ്ങിച്ചു മുകളിൽ അലമാരുടെ മുകളിൽ എടുത്ത് വെച്ചു. അപ്പൊ തുടങ്ങി കൊച്ചു കരച്ചിൽ തുടങ്ങി. അന്ന് മുഴുവൻ കരഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റിട്ട് വീണ്ടും കരയണം. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ആ കിളിക്കെട്ട് എടുത്ത് തിരിച്ചു കൊടുത്തു. നമ്മളെ മനസ്താപം തോന്നിയിട്ട്. അപ്പോഴും അവൻ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ എന്താണ്? എനിക്ക് ഇന്നലെ കിളിക്കണമെന്നാണ് പറയണം. എനിക്ക് ഇന്നലെ കിളിക്കണം. യെസ്. അപ്പൊ നമുക്കത് ആ സാഹചര്യം നോക്കണം. നമുക്ക് ആയിരിക്കും എന്ന് പറയുമ്പോഴും
ഫ്യൂച്ചറിലോട്ട് പോകണം. ആയിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. ശ്രുതി പറയുന്നു. She will be traveling at evening. He will be traveling to Traveling at the evening. at the evening. He will be traveling at the evening. Okay, ask me. Ask me. Yes, Reshma. Reshma. പറഞ്ഞോളൂ. Job sir will be taking English class. Okay, next week. Okay, Job sir will be taking English class next week. They will be making noise. Yes, okay. Very good. Ina. Reshma, ini എങ്ങനെയുണ്ട്? സ്റ്റോക്കുണ്ടോ? Okay. ഇല്ല സർ, അത് മോള് വാച്ച് പിടിച്ച് കാത്തുന്നതാ. Okay, no problem. Yes. Gada പറയൂ. Yes, പറഞ്ഞോളൂ Gada. I shall be writing the letter tomorrow. Yes, I shall be writing letter tomorrow. Yes. I will be working late tomorrow. I will tomorrow. Yes. Okay. Very good. അവിടെ നിൽക്കട്ടെ. യെസ്, അപ്പൊ അത് പിടികിട്ടിയില്ല. ഇനി ഞാൻ നിങ്ങളോട് ഇപ്പൊ നമ്മൾ 6 എണ്ണം പഠിച്ചു. 3 എണ്ണത്തിന്റെ എന്തോ ഞാനും കൂടെ പറഞ്ഞോട്ടെ. എക്സാമ്പിൾസ്. യെസ്, പറഞ്ഞോളൂ. I will be studying at 8 p.m. tonight. I will be studying At 8 p.m. tonight. Yes, okay, at 8 p.m. Yes, okay. I will be studying. Yes. പിന്നെ വേറെ ഒന്നും പറഞ്ഞു. She will be traveling to Delhi next week. Correct ആണ്. He will be traveling to Delhi next week. പിന്നെ സർ ഇത്രേ ഉള്ളൂ. Okay. Very good. അതായിട്ടുണ്ട്. യെസ്. അപ്പൊ ഞാൻ പറയുന്നു. സാർ ഇതിൽ ടൈം സ്പെസിഫൈ ചെയ്യണമെന്ന് അങ്ങനെയുണ്ട്. ഇതിലിപ്പം സബ്ജക്റ്റ് പ്ലസ് ഷാൽ ഓർ വില്ല് അല്ലെങ്കിൽ ബി പിന്നെ വെർബ് ING അല്ലേ ഉള്ളൂ. അപ്പം ഷീ വിൽ ബി പ്ലേയിങ് വിത്ത് ദർ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് തെറ്റായിപ്പോ? ഇല്ല, തെറ്റില്ല. ഞാൻ ഇത് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? പറഞ്ഞോയോ? ഒറ്റ മിനിറ്റ്. സാർ ഇങ്ങനെ പറയുന്നത് അതായത് നമ്മൾ ഇതിന്റെ ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്ജക്റ്റും വെർബും നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് അത് ബാക്കിയുള്ളത് ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, സെന്റൻസ് തുടങ്ങിയൊക്കെ നമുക്ക് പറയാം. സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് പറയാം. ഓക്കെ, ഐ ആം ഡ്രിങ്കിങ് ടീ എന്ന് പറയാം, ഐ വാസ് ഡ്രിങ്കിങ് ടീ എന്ന് പറയാം, ഐ വിൽ ഡ്രിങ്ക് ടീ എന്ന് പറയാം, ഐ വിൽ ബി ഡ്രിങ്കിങ് ടീ എന്ന് പറയാം, ഇതൊക്കെ എങ്ങനെ പറയാം? നമുക്ക് എല്ലാത്തിനും ടീ വെച്ച് പറയാം. പക്ഷെ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യം. ടെൻസ് അറിയാൻ വേണ്ടി സബ്ജക്റ്റും വെർബും മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ടെൻസ് അറിയാനുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെന്റൻസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമത്തിലാണ് ഇംഗ്ലീഷ് സെന്റൻസ് വരാം. ഞാൻ അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പറവൂരിൽ വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടികൊണ്ട് ഞാൻ തല്ലിക്കും. അപ്പൊ അത് ഇംഗ്ലീഷ് പറയുമ്പോൾ എന്ത് പറയും? ഐ സബ്ജക്റ്റ്, കിൽഡ് കൊന്നു. എന്തിനെ കൊന്നു? എ സ്നേക്ക്. ഐ കിൽഡ് എ സ്നേക്ക്. ഇവിടെ നമുക്ക് മനസ്സിലായി കിൽഡ് സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസോട് സിമ്പിൾ പാസ്റ്റ് ആണ്. സംഗതി പിടികിട്ടി. പിന്നെ ബാക്കി സെന്റൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഐ കിൽഡ് എ സ്നേക്ക്. എങ്ങനെയാണ് കൊന്നത്? ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്, വടി കൊണ്ടടിച്ച്. പി പ്ലേസ്, എവിടെ വെച്ചാണ് കൊന്നത്? ഇൻ പറവൂർ. ടി ടൈം, എപ്പോഴാണ് കൊന്നത്? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. അത് നമ്മൾ പറയാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ടെൻസ് അറിയാൻ വേണ്ടി മാത്രമുള്ള സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ നമുക്ക് ടെൻസ് അറിയാത്തുള്ളൂ. ഓക്കെ സാർ, അപ്പൊ അതില് ഓൾറെഡി ഐ ചിൽഡ് എന്ന് വരുമ്പോ തന്നെ അത് കഴിഞ്ഞതാന്ന് മനസ്സിലാവില്ലേ? അപ്പൊ നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 10 AM പറയുന്നു എന്നുള്ളൂ അല്ലെ? ആ സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയണ്ടേ? അതൊക്കെ
ഓക്കെ ഓക്കെ, ആ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ വേണ്ടി ബാക്കി നമ്മൾ പറയുന്നു. യെസ്, ആ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാ ടെൻസിലും പറയാൻ പറ്റും, ടെൻസിന്റെ കൂടെയും പറയാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ കിട്ടി. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നു മൂന്നെണ്ണം വീതം വരുന്ന സെറ്റാണിത്. നോക്കിയേ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. തോന്നുന്നു പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അത് മൂന്നെണ്ണം വീതം വരുന്ന സെറ്റാണ്. യെസ്, നിങ്ങൾ അതൊന്ന് നിരീക്ഷിക്കുക. എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഒബ്സർവേഷൻ വരട്ടെ. സാറേ ഈ വി പ്ലസ് എങ്ങനെയാ വരുന്നത് സാറേ? ഏതാണ് വി പ്ലസ്? ബി അല്ല, ബി ആണ്. ബി ബി പ്ലസ് അതെങ്ങനെ വരുന്നത്? ബി പ്ലസ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാണ് ആരും ഉദ്ദേശിച്ച്. അതെ അതെ. സബ്ജക്ട് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് അല്ല അതെങ്ങനെയാ വരുന്നത്? അതെങ്ങനെയാ വരുന്നത്? അല്ല വി പ്ലസ് അതെങ്ങനെയാ വരുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസിൽ അതെങ്ങനെയാ വരുന്നത് സാറേ? അത് വി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. അതെങ്ങനെയാ വരുന്നത് പാസ്റ്റ് ടെൻസില്? പാസ്റ്റ് ടെൻസിലാ? പാസ്റ്റ് ടെൻസിലല്ലേ, ഫ്യൂച്ചറിലാണോ അല്ലേ? അല്ല ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ അതെങ്ങനെയാ വരുന്നത്? ആയിരിക്കും എന്നല്ലേ പറയണേ. വിൽ ബി എന്ന് പറഞ്ഞാല് ആയിരിക്കും എന്ന് പറഞ്ഞാല് ഇനി സംഭവിക്കാൻ പോകുന്നല്ലേ. പോവുകയായിരിക്കും, നാളെ അവൻ പോവുകയായിരിക്കും. അപ്പൊ നാളെ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇന്നലെ അവൻ പോവുകയായിരിക്കും എന്ന് പറയും, ഇന്നലെ അവൻ പോയിട്ടുണ്ടാകും എന്നല്ലേ പറയുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകത തോന്നിയ ഞാൻ വേണമെങ്കിൽ ക്ലൂ ഇടാം നിങ്ങൾക്ക്. അതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചറിന് എഴുതിയേക്കണേലും ആറാമത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എഴുതിയേക്കണേലും രണ്ടിലും വില്ലും ഷാലും ഉണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഫ്യൂച്ചറിൽ വരുന്ന എല്ലാത്തിനും വില്ലും ഷാലും വരുന്നത്. ഈ ഒരു സംഗതി നമുക്ക് പിടിയിട്ടു ഇല്ലേ? അതുപോലെ നോക്കുന്നത് ഫ്യൂച്ചർ വരുന്ന എല്ലായിടത്തും വില്ലും ഷാലും കയറി വരുന്നുണ്ട്. യെസ്, അങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യും. പിന്നെ നമുക്ക് വീണ്ടും നോക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാവും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന എല്ലാ ടെൻസുകളിലും ഐ എൻ ജി ഉണ്ട്. നോക്കി, പ്രസന്റ് കണ്ടിന്യൂസിൽ ഐ എൻ ജി ഉണ്ട്, നാലാമത്തെ. അഞ്ചാമത്തെ പാസ്റ്റ് കണ്ടിന്യൂസിലും ഐ എൻ ജി ഉണ്ട്. ആറാമത്തെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും എന്തുണ്ട്? ഐ എൻ ജി ഉണ്ട്. കണ്ടാ? അപ്പൊ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും എന്ത് കയറി വന്നിട്ടുണ്ട്? ഐ എൻ ജി വന്നിട്ടുണ്ട്. യെസ്, പിടികിട്ടിയില്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒബ്സർവേഷനിൽ മനസ്സിലായി. ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് വന്നിട്ടുണ്ട്? വില്ല് അല്ലെങ്കിൽ ഷാല് വന്നിട്ടുണ്ട്. യെസ്, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ എല്ലാത്തിലും ഐ എൻ ജി വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി ഏഴാമത്തെ നമ്പർ 7 കാരണം പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. യെസ്, അങ്ങോട്ട് വരാം, പ്രസന്റ് പെർഫെക്റ്റിലേക്ക് വരാം. യെസ്, ആര്യ വികാസ്. ആര്യ, Yes, sir. how are you? Fine. ഭർത്താവിന്റെ പേരെന്താണ്? Vigas. Vigas. വികാസ്. ഓ, നല്ല പേരാണല്ല. സിറ്റുവേഷൻ പറയണേ. 9 രാവിലെ 9:30 ഭർത്താവ് പുറത്തോട്ട് പോയി. 9:30. 9:31 ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് അന്വേഷിച്ചു വന്നു. അപ്പോ അയാളോട് വന്ന ഫ്രണ്ടിനോട് അവൻ പോയി എന്ന് പറയാം. അവൻ അദ്ദേഹം എന്ന് പറഞ്ഞാൽ മതി, പോയി എന്ന് പറയാം. പക്ഷെ പറയുമ്പോ വികാസിന് ഈ ഫ്രണ്ടിന് മനസ്സിലാണ് പോയിട്ട് അധികം നേരം ആയിട്ടില്ല എന്ന്. എങ്ങനെ പറയും? അതായത് വികാസ് പോയി എന്നാണ് പറയണത്. പക്ഷെ കേട്ട് കഴിയുമ്പോൾ ഫ്രണ്ടിന് മനസ്സിലായി പോയിട്ട് അധികം നേരം ആയിട്ടില്ല, ആ അങ്ങനെ തിരിച്ചിട്ടുള്ളൂ, ഞാൻ ചെന്നാൽ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുകയും വേണം. കാരണം 9:30 പുള്ളി പോയത്, 31 പുള്ളി മറ്റേ സുഹൃത്ത് വന്നത്.
പറ്റണ പോലെ പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അതൊന്നും ഇതൊക്കെയല്ല. ഓടിക്കോ. ഓക്കെ, 9:30 ആയപ്പം വികാസ് അറ്റ് 9:30 എന്ന് പറഞ്ഞു അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അതെ. ഓക്കെ, അപ്പൊ മറ്റേ കൂടുതൽ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കുന്നത് 9:31 ആയിട്ടുള്ളൂ, അധികം നേരം ആയിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, അരി അവിടെ നിൽക്കട്ടെ. ഐശ്വര്യ, ഐശ്വര്യാണ് പറയേണ്ടത് വിചാരിച്ചു. ഓക്കെ, 9:30 എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. 9:30 എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതൊന്ന് പറഞ്ഞു. 9:30 എന്നുള്ള വേർഡ് ഇല്ലാണ്ട് അതൊന്ന് പറഞ്ഞു. Just go. Okay. Very good. Okay. അപർണ സാനു, പറയട്ടെ സാർ. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഒരു ചാൻസ് ഉണ്ട്. അതായത് 9:30 എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ജസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കും. 2 വേർഡ് ഉപയോഗിക്കും, കാരണം ഇത് രണ്ടിൽ നിന്ന് കറക്റ്റ് പിടിക്കാം. ഇത് 2 വാക്ക്. He was going out a little while ago. He was going out little while ago. നിൽക്കട്ടെ അവിടെ കേട്ടോ. അശ്വതി സുധീർ, He has gone to outside. Yes, very good. Yes, ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സാധനം കയറി വരുന്നത്. ഈ സാധനം കയറി വരുന്നത് ഈ ടെൻസ് കയറി വരുന്നത്. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ടെൻസ് ഉപയോഗിക്കുമ്പോഴും അതിന് ഓരോ സിറ്റുവേഷൻ ഉണ്ട്. നമുക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പറയണം. അപ്പൊ ഒരാൾ പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ് പറഞ്ഞത് നോക്കണം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആര്യക്ക് വേണമെങ്കിൽ വികാസിന്റെ ഫ്രണ്ടിനോട് പറയാം ഹീ വെന്റ് എന്ന് പറയാം. ഹീ വെന്റ്, അവൻ പോയി. അപ്പൊ വേണമെങ്കിൽ ഫ്രണ്ട് വിചാരിക്കും പോയിട്ട് ചിലപ്പോൾ ഇന്നലെ പോയതായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പോയത്. ആരർത്ഥം ഇല്ലാത്തതുണ്ട്. കാരണം അവിടെ ഉപയോഗിച്ചിട്ട് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഹീ വെന്റ്, ഹീ സബ്ജക്റ്റ്, വെന്റ് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ എപ്പോ വേണമെങ്കിലും നേരത്തെ പോയിട്ടുണ്ടാകും. അതിന് പകരം ഈ ടെൻസിൽ പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ എഴുതിയ 7ാമത്തെ ടെൻസിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹാപ്പൻഡ് ആണ്. പിന്നെ അവിടെ വേറൊരു ജസ്റ്റ് വേണ്ട, ഇപ്പൊ പോയിട്ടുള്ളൂ, ജസ്റ്റ് ഹാപ്പൻഡ്. നമ്മളിപ്പോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവിടെ വന്നു കണ്ടാ, ജസ്റ്റ്, അല്ലെങ്കിൽ ഒരാളെ പാസ് ചെയ്തു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഹാപ്പൻ, തൊട്ട് മുമ്പ് സംഭവിച്ചത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, അശ്വതി സുധീർ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇരിക്കും യെസ് പ്ലസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. ഹാസ് ഓർ ഹാവ്. ഹാസ് ഇട, ഒരു വരക്ക, ഹാവ് ഇട. ഹാസ് ഓർ ഹാവ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ വി. ആ വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് ഒന്നുകിൽ V3 എന്ന് എഴുതുക, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക, ഒന്നും എഴുതുക. കാരണം വെർബിന്റെ 3ാമത്തെ ഫോം ഉപയോഗിക്കാം. യെസ്, അപ്പൊ നമുക്കിവിടെ പറയാം. നമുക്കറിയാം എല്ലാ വെർബിനും 3 ടെൻസ് ഉണ്ടെന്ന് അറിയാല. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴേ വരുന്ന വാക്കുകളെ പറയാവൂ. ഹാസ് ഹാവ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ തെറ്റാണ്, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാലും തെറ്റാണ്. എവിടെ ഉപയോഗിക്കേണ്ടത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇനി നമ്മൾ എന്താ വേണ്ടേ? ഒരു വേർഡ് പഠിക്കുമ്പോൾ ആ വെർബിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എങ്കിലേ ഹാസും ഹാവും ഒക്കെ പറയാൻ പറ്റുള്ളൂ. യു ഗെറ്റ് ദ പോയിന്റ്? യെസ്, നമുക്ക് വെറുതെ ഒരു വാക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അതിന്റെ പാസ്റ്റ് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ വേണമെങ്കിൽ ആര്യ ശരിക്കും പറയേണ്ടിയിരുന്നത് എന്താണ്? അവൻ പോയി, ഹി സബ്ജക്റ്റ്. പിന്നെ ഹാസിലെങ്കിൽ ഹാവില ഹാസ്, ഹി ഹാസ്. ഗോ എന്ന് പറയുന്നതിന്റെ 3ാമത്തെ ഫോം ഗോ, വെന്റ്, ഗോൺ. ഹി ഹാസ് ഗോൺ. അപ്പൊ ഫ്രണ്ടിന് മനസ്സിലായി. കാരണം ആര്യ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പോയിട്ട് അധികം നേരമായിട്ടില്ല. അപ്പൊ നേരത്തെ ഐശ്വര്യ പറഞ്ഞ പോലെ ജസ്റ്റ് എന്നുള്ള വാക്കില്ലാണ്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അതാ പ്രസന്റ് പെർഫെക്റ്റ്. യെസ്,
ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. സൽമ നൗഷാദ്. സൽമ. ഓക്കെ. സൽമ കോഫി പേഴ്സൺ ആണോ ടീ പേഴ്സൺ ആണോ? രണ്ടും കഴിക്കും, അങ്ങനെയില്ല. രണ്ടും കുടിക്കും, കുഴപ്പമില്ല. രണ്ടും പോകും അല്ലെ? യെസ്. ഓക്കെ. നമുക്ക് കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുന്നത്. സൽമ ചായ കുടിക്കാറുണ്ടായെന്ന് വിചാരിക്കും. ചായ മാത്രം കുടിക്കുന്നതെന്ന് വിചാരിക്കും. സപ്പോസ് വിചാരിക്കും. കുറെ നാൾ കഴിഞ്ഞപ്പോ സൽമ എന്ത് ചെയ്തു? ചായ കൂടി നിർത്തി. യെസ്, ചായ കൂടി നിർത്തിയപ്പോ സിറ്റുവേഷൻ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ 9:30, 9:31 എന്നൊക്കെ പറഞ്ഞ പോലെ സൽമ ചായയാണ് കുടിക്കാറുണ്ടായിരുന്നത്. ചായ കൂടി കുറച്ചാൾ കഴിഞ്ഞ് ഇപ്പൊ നിർത്തി. 2025 ഏത് മാസമാണ്? ജൂലൈ മാസം ലാസ്റ്റ് നിർത്തി. ഇനി ചായ. പിന്നീട് കഴിഞ്ഞതിന് ശേഷം സൽമനോട് ഞാൻ ചോദിക്കണേ, സൽമ ചായ കുടിക്കാം, ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടു കുട്ടി കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാം ചോദിക്കണം. അപ്പൊ സൽമ എന്നോട് മറുപടി പറയുന്നത്, ഞാൻ ചായ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല എന്ന് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു പതിവായിട്ട്, പക്ഷെ ഇപ്പൊ കുടിക്കാറില്ല. നേരത്തെ ഒരു മിനിറ്റ് ഓരോരുത്തരും ആലോചിച്ചോട്ടോ. നിങ്ങൾ നിർത്തിയ സംഗതി ഉണ്ടാവില്ല. നിങ്ങളൊരു ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് കൊണ്ടു കിടന്നിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചത് ആണുങ്ങളാണെങ്കിൽ പൊങ്ങലിക്കുന്ന സ്വഭാവം ഇരിക്കാം, അല്ല വരുന്നില്ല, അതൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പില്ല. ഓരോരുത്തരും ആലോചിക്കുക. ഞാൻ ചായ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. പതിവായിട്ട് ഞാൻ ചായ കുടിച്ചിരുന്നു, അതിന്റെ ക്യാരക്ടറായിട്ട്, പക്ഷെ ഇപ്പില്ല. ചായക്ക് പകരം പാലോ അല്ലെങ്കിൽ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയോ നോൺ വെജ് ഫുഡോ ഇഷ്ടമുള്ളത് ചേർക്കാം. I used to drink chaya, but not anymore. അപ്പൊ അത് യൂസ്ഡ് ടു എന്നൊരു സാധനം ചേർത്ത് പതിവായി. ഓക്കെ. ദീപ ഷിജോ. ദീപ. ദീപ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമൃത. യെസ് സർ. ഉപയോഗിക്കാൻ യൂസ്ഡ് ടു എന്നുള്ള വേർഡ് ഇല്ലാണ്ട് അതൊന്ന് പറയാൻ പറ്റുന്നു. കൊച്ചിലേക്ക് നോക്കൂ. കുഴപ്പമില്ല. മനസ്സിൽ റെഡിയാകുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ. റീജ പറയൂ. I have stopped drank tea. ഞാൻ നിർത്തിയതായി. അപ്പൊ നേരത്തെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ള സാധനം വന്നില്ല. യെസ്, അർച്ചന. Sir, I was like to drink tea, but now I don't ആണോ doesn't ആണോ എന്ന് കൺഫ്യൂഷൻ. ജെറൂഷിനോട് ചോദിച്ചു. ജെറൂഷിക്ക് വിഷമം വരും. ജെറൂഷ് ഇപ്പൊ മനസ്സിൽ പല പ്ലാനൊക്കെ പറഞ്ഞു. പറഞ്ഞോട്ടെ. പറഞ്ഞു. I used to drink tea. Now I don't drink. I used to drink tea. I don't drink tea now. ഉപയോഗിക്കാറില്ല. അപ്പൊ ലെങ്ത് കൂടി പോയി. അത് ചുരുക്കി പറയാം. ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ഐശ്വര്യ. I usually drink tea, not now. I usually drink tea. അപ്പൊ യൂഷ്വലി എന്ന് പറയുമ്പോഴല്ലോ പതിവായി എന്നായി. സ്റ്റോപ്പ് ചെയ്തത് ശരിയായില്ല. അവിടെ എപ്പോഴും ഉണ്ടല്ലോ ഈ പവർ ഓഫ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. കണ്ടിട്ടേ തമാശ പരത്തി പറയുമ്പോൾ ചിരിക്കില്ല. ഒതുക്കി പറയുമ്പോഴാണ് ആ ടൈമിംഗ് ഇല്ലേ. ചുരുക്കി പറയുമ്പോഴാണ് അതിന്റെ വിറ്റ് വരുന്നത്. ദീപ പറയുന്നു ഐ ക്വിറ്റ് ഡ്രിങ്കിങ് ടീ. സുധി പറഞ്ഞോളൂ. ഓക്കെ. നമുക്ക് അത്രയൊന്നും പോകണ്ട. ഐ യൂസ് ടു ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ജെറൂഷ കറക്റ്റ് ആണ്. ബട്ട് നൗ ഐ ഡോണ്ട്. ഇത് ലെങ്ത് കൂടി. അപ്പൊ ലെങ്ത് ഒന്ന് കുറയ്ക്കാനാണ് ഞാൻ പറഞ്ഞത്. യെസ്, നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ ടെൻസായി. പതിവായിട്ട് ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ പതിവിനെ സൂചിപ്പിക്കുന്നതാണ്, ഹാബിച്വൽ ആക്ഷൻ എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഐ ഡ്രിങ്ക് ടീ. അതിന്റെ തൊട്ട് മുന്നിൽ ഒരു വുഡ് ചേർക്കും. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ നേരത്തെ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. ആ വുഡ് വന്നു കഴിയുമ്പോൾ എന്തായി? അർത്ഥം മാറി. ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ കുടിച്ചിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. ആ വുഡ് അവിടെ വന്നാൽ മതി. അപ്പോ നമുക്ക് ഇവിടെ നേരത്തെ യൂസ്ഡ് ടു അങ്ങനെ അതിലേക്ക് പോകേണ്ട. അത് നമ്മളത് പറയുമ്പോ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. കുട്ടിയാണ് പറയുന്നത് ഇപ്പൊ കുടിക്കാറില്ല. യെസ്, റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോ ദീപ ചായ കുടിക്കാതെ ഐ വുഡ് ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോ പിന്നെ ഞാൻ നിർബന്ധിക്കില്ല. കാരണം എന്താണ്? കുടിക്കാറില്ലെന്ന് ദീപ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കും, എന്നാ ശാല ഓർഡർ കോഫി? ചായ കുടിക്കാറില്ലെങ്കിൽ കുഴപ്പമില്ല, കോഫി പറയട്ടെ. യെസ്, കണ്ട. അപ്പൊ വുഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തിനെ കാണിക്കും. യെസ്, ഐ വുഡ് ഗെറ്റ് അപ്പ് 6 o'clock in the morning എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റിരുന്നു, ഇപ്പൊ 7 മണിക്കാണ്. മുമ്പ് നമുക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്ന സ്വഭാവം അത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസിന്റെ മുന്നിൽ വുഡ് ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങനെ. ഓക്കെ, അത് ഞാനിപ്പോ സന്ദർഭോചിതമായിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തോട്ട് വരാം. ഇവിടെ നമ്മൾ ഹാസ് ഹാവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാസ് ഏതിന്റെ കൂടെ വരുന്നു, ഹാവ് ഏതിന്റെ കൂടെ വരുന്നതോട് കൂടി നമ്മൾ തന്നിരിക്കുക. അപ്പൊ ഹാസിനെ എഴുതിയിട്ട് ഒരു ആരോ മാർക്ക്. ഹാസ്, he has, comma, he, comma, she, she, comma, it, comma, singular, ഒരെണ്ണമാണെങ്കിൽ സിംഗുലർ. യെസ്, ഇനി അതിൽപ്പെടാത്ത കംപ്ലീറ്റ് ഹാവ് ആണ്. എങ്കിലും എഴുതിക്കോ, ഹാവ് ഒരു ആരോ മാർക്ക് ഇടും. എഴുതിക്കോ, ഐ ഹാവ്, ഐ, കോമ, വി, WE, വി ഹാവ്, കോമ, you have, you, comma, they, 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 comma, plural, PLURAL, ബഹുവചനം. plural. അപ്പൊ ഏതിന്റെ കൂടെയാണ് ഹാവ് വരുന്നത്, ഏതിന്റെ കൂടെയാണ് ഹാസ് വരുന്നത് എന്നുള്ള കാര്യം പിടികിട്ടിയല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഹാസ് വരുന്നതും ഹാവ് വരുന്നതുമായ ഓരോ വാചകം മനസ്സിൽ വെച്ചിട്ട് പിടി. സമയം പറയുന്നുണ്ട് അതിനകത്ത്, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതായത് ഐ ഹാവ് ഈറ്റൻ ഫുഡ് അറ്റ് 10 o'clock യെസ്റ്റർഡേ സമയത്തെ കുറിച്ച് പറയരുത്. കാരണം ജസ്റ്റ് ഹാപ്പൻ ആണ് അത്, ഇമ്മീഡിയറ്റ് പാസ്റ്റ്. പിന്നെ അവിടെ കൊണ്ടുവന്ന് സമയം പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ സമയത്തെ കുറിച്ച് പറയില്ല. യെസ്, ഓക്കെ. ഓക്കെ ഓക്കെ, അത് വരുന്നുണ്ട്. ജെറൂഷ ഐശ്വര്യമായിട്ട് ആരംഭിച്ചു. യെസ്. Okay, sir. I have completed my work. Very good. I have completed my work. അത് വേണമെങ്കിൽ ഞാൻ ജെറൂഷയോട് ചോദ്യം ചോദിക്കട്ടെ. Have you completed your work? Yes, I have. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഓക്കെ ഓക്കെ, ജെറൂഷ പറഞ്ഞത് എനിക്ക് പറയാം. അതായത് ഭർത്താവ് പോയപ്പോ പറഞ്ഞിട്ടുണ്ട് പണിയൊക്കെ തീർന്ന് റെഡി ആയിട്ടൊന്നും ഞാൻ പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമ്പോ ചോദിക്കുന്ന ചോദ്യമാണ്, ഹാവ് യു കംപ്ലീറ്റ് യുവർ വർക്ക്, കംപ്ലീറ്റഡ് യുവർ വർക്ക്. അപ്പൊ പറയുന്നത് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോ ഹസ്ബൻഡ് ഇത് മനസ്സിലാക്കണം, ഇപ്പൊ തീർന്നുള്ള പണി. ഇപ്പോഴേ കഴിഞ്ഞിട്ടുള്ള പണി, ഇത്രയും നേരത്തെ പണിയായിരുന്നു മനസ്സിലാക്കണം. ഓക്കെ, രണ്ടാമത് പറഞ്ഞോളൂ. She has gone to the market. Yes, she has gone to market. Correct. Okay, Amrita. Yes, sir. പറഞ്ഞോളൂ. ഹാസും വരണം, ഹാവും വരണം. They have done their homework. Very good. He has came from Kerala. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കെയിം വരില്ല. ആ 3 ടെൻസ് ഒന്ന് പറഞ്ഞു നോക്കി. Okay. Come came.
ഓ കം തന്നെ വരും. കം ഒക്കെ വരും. തന്നെയാണ്. യെസ്, ഓക്കെ. അതാണ് കം, കെയും കം തന്നെയാണ്. ഓക്കെ സർ. അങ്ങനെ ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ്. അതെല്ലാവരും മനസ്സിലാക്കണ്ട. കം വരിക, പാസ്റ്റ് കെയും, പാസ്റ്റ് പാർട്ടിസിപ്പിളും കം തന്നെയാണ്. അപ്പൊ ഇവിടെ അമൃതം പറഞ്ഞ കം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിലെ കം അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിലെ കം ആണ്. ഓക്കെ, റീജ പറഞ്ഞോളൂ. He has played. He has played. Correct. I have worked. Worked. I have worked hard. അതൊക്കെ പറയാം, ഞാൻ കഠിനമായിട്ട് ജോലി ചെയ്തു. സമയം പറയേണ്ടത്. ഓക്കെ, അടുത്തത്. I have completed my work. Yes, I have. Has വെച്ച് പറ. അർച്ചന, ഹാസ് വെച്ച് പറഞ്ഞില്ല. വെച്ച് എഴുതിയില്ല സാർ, ഹാവും വെച്ചിരിക്കുക. ഹാസ് ഇട്ടോളാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സുരമ്യ പറഞ്ഞോളൂ. സാർ ഞാൻ ഇത് തെറ്റാണെന്ന് നോക്കില്ല. ഷീ ഹാസ് മേക്ക് എ കേക്ക്. അതിന്റെ അകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് കിടപ്പുണ്ട്. നമുക്ക് എനിക്കും തോന്നി എന്താണ് മെയ്ക്കിലാണ് കിടക്കുന്നത് സാർ. മെയ്ക്കില്ലേ, അതിന്റെ ആ മെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റൻസ് ആണ്. നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോം വേണം. ഒന്ന് പറഞ്ഞു നോക്കിയേ. മേക്ക് പേനയൊക്കെ മേടിക്കുമ്പോഴേ അതിന്മേക്ക് ഉണ്ടാവും ഒരു ആ വാക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിദേശത്ത് നിന്നുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ ആ വാക്കൊക്കെ ഉണ്ടാവും. ജപ്പാനിലെ സാധനമോ കൊറിയയുടെ സാധനമോ അല്ലെങ്കിൽ മൊബൈലൊക്കെ മേടിക്കുമ്പോ ആ വാക്ക് അതിനകത്ത് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് അറിയത്തില്ലത് സാർ. മെയ്ഡ് ഇൻ ഇന്ത്യ വേണല്ലേ? മെയ്ക്ക് പ്രസന്റൻസ്, പാസൻസ് മെയ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും മെയ്ഡ്. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണോ നമ്മൾ പഠിക്കാനായിട്ട് മനസ്സിലായില്ല? അതായിട്ട് മാത്രം പഠിക്കാൻ പറ്റുന്ന വേർഡ്സ്? എല്ലാ വെർബിനും 3 കാലങ്ങളുണ്ട്, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മള് ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ ഡിക്ഷണറിയുടെ ഏറ്റവും ബാക്കിലെ പേജിൽ ഇതുണ്ടാവും അത് വാക്കുകൾ. ഇപ്പൊ വെന്റ് എന്ന് എഴുതിയിട്ട് വെന്റ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും പാസ്റ്റ് ടെൻസ് ഓഫ് ഗോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഗോ എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അറിയാനായിട്ട് വേറൊരു ടെക്നിക്ക് നമുക്ക് ചെയ്യാം. പിള്ളേരെ എത്ര ക്ലാസ്സിലേക്ക് പഠിക്കണേ? 4ലും LKG ആ 4ൽ പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസ് ആണ്, CBSE ആണ്? CBSE. ആ 4ൽ പഠിക്കുന്ന കുട്ടിയുടെ ആ ഇംഗ്ലീഷ് ടെസ്റ്റ് മേടിച്ചിട്ട് ആ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് വെർബുകൾ മാത്രം എഴുതിയെടുക്കുക ഒരു വശത്ത്. എന്നിട്ട് ആ ഗൂഗിൾ കടയിലെ പാസ്റ്റ് ടെൻസ് ഏതാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ ബുക്കിനകത്തോട്ട് നിങ്ങൾ പകർത്തി വരും. എന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വീതം ഒന്ന് മറിച്ച് നോക്കിയാൽ അത് ശരിയായിരിക്കും. താങ്ക് യു സർ. ഹാവ് വെച്ചിട്ടൊന്ന് പറയട്ടെ സാർ. We have prepared a seminar. We have prepared for a seminar. Okay, okay. Prepared. Very good, very good. Okay. ഞാൻ പറയട്ടെ. Okay, പറഞ്ഞു. He have built a new house. She has the confidence to get a job. Okay. ഒന്നുകൂടി പറയാ. He have built a new house. അവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഹീ അല്ലേ പറഞ്ഞേ? അപ്പൊ ഹീയുടെ കൂടെ എങ്ങനെ ഹാവ് തന്നെ ഹാസ് അല്ലേ വരുള്ളൂ? അടുത്തത് she has the confidence to get a job. Okay. Yes. അവിടെ സെന്റൻസ് കറക്റ്റ് ആണ് പറഞ്ഞ, പക്ഷെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, സെന്റൻസ് കറക്റ്റ് ആണ്. ശ്രുതി പറഞ്ഞോളൂ. I have drunk my tea. I have drunk, DRUNK, my tea. He has watched a movie. He has watched a movie. Correct. Ask me.
Ask me. Yes, Reshma. So, Hello. I have taken a good decision. Oh, you have taken a good decision. Very good. She has sent it to a mail. Very good. Very good. Okay. Idea. We have cut the tree. Yes. Sir, Okay. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. I have a laptop. I have a laptop. Idea. Sentence correct. I have a laptop. I have long time. I have round the fish fry. പക്ഷെ ഇതിനകത്ത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. അല്ല, ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു നൗണാണ് വന്നേക്കുന്നത്. പേര് എന്താ ഉള്ളത്? ഇത് ലാപ്ടോപ്പ് ഉണ്ട്. യെസ്. ഇനി അത് തന്നെ വേണമെങ്കിൽ ഞാൻ ലാപ്ടോപ്പ് ജോലി ചെയ്ത് നോക്കി. I have a laptop work. കഴിഞ്ഞു പോയി. ഹാവ് കഴിഞ്ഞ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ ഫോമിൽ I have worked. 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 അല്ല, വിത്ത് ലാപ്ടോപ്പ്. ഇങ്ങനെ. പക്ഷെ ആര്യ പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ആവൂലെന്ന് പറഞ്ഞുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ വെർബിന്റെ എന്ത് വേണം? മൂന്നാമത്തെ ഫോം വേണം. അപ്പൊ ആര്യ പറഞ്ഞപ്പോ ഐ ഹാവ് എ ലാപ്ടോപ്പ്. അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ലാപ്ടോപ്പ് എന്നാണ് പറഞ്ഞത്. വെർബില്ല. ഓക്കെ, പറഞ്ഞു. She വെച്ചിട്ട് she has to see the daughter. She has seen daughter. Okay, അപർണ. ഐശ്വര്യ. He has torn my notebook. He has thrown my notebook. ആണോ ഉദ്ദേശിച്ചത്? He has torn my notebook. Okay. You have drawn the wall. Yes. She has slept in classroom. Yes. I have felt your love. Yes. Oh, very good. Abarna. ഞാൻ പറഞ്ഞായിരുന്നു, ഇനി എഴുതിയില്ല. Ashwadi. Salman Naushad. ദീപ. സൽമ വരുന്നുണ്ട്. ഒരു ഹാസും ഒരു ഹാവും. He has written a story. He has written a story. Very good. അല്ല, ഹാസ് ഹാവ് എണ്ണം വരട്ടെ. We have sent a mail. Send an mail. We have sent an email. Okay. Very good. Diva, Shijo. I have found a friend. I have found a friend. Correct. Very good. She has made everything beautiful. And you told it beautifully. He has made everything beautiful. Yes. Adarsha Sandhya. Yes, sir. I have read a story. I have read a story. Okay. ആ റെഡ് സ്പെല്ലിംഗ് എന്തായിരിക്കും പറയാമോ? എന്താ സാർ? ആ റെഡ് എന്നുള്ള സ്പെല്ലിംഗ് എന്തായിരിക്കും പറയാമോ? READ. READ. കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഓർത്തിരിക്കുക, എല്ലാവർക്കും അറിയാൻ പറ്റും, ചില അറിയാവുന്ന റീഡ് പ്രസന്റൻസ് ആണ്. പാസ്റ്റൻസ് എന്താണ്? റെഡ് ആണ്. READ തന്നെ എഴുതണം, പക്ഷെ വായിക്കുമ്പോ എന്താ വായിക്കാവൂ? റെഡ് എന്ന് പറയാം. സ്പെല്ലിങ് റീഡിന്റെ തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് READ റെഡ്. അപ്പൊ റീഡ് റെഡ് എന്നാണ്. ഞാനപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ ശ്രുതി. ഐ റീഡ് സ്റ്റോറി യെസ്റ്റർഡേ എന്ന് പറയൂ, ഐ റെഡ് സ്റ്റോറി യെസ്റ്റർഡേ എന്ന് പറയൂ? ഏതാണ് കറക്റ്റ്? ഐ റെഡ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ മനസ്സിലായി കഴിഞ്ഞു പോയതാണ് അല്ലേ? അപ്പൊ റീഡ് പറഞ്ഞാൽ തെറ്റാണ്, ഫാസ്റ്റ് പറയുന്നത് റെഡ്. ഓക്കെ, വെരി ഗുഡ്. ആദർശ, കണ്ടിന്യൂ. She has
sung a song. He has sung a song. Correct. Correct ആണ്. Yes. അപ്പൊ ഞാൻ അധികത്തിലേക്ക് പോകുന്നില്ല എന്ന് തീർക്കാതെ വിചാരിച്ചു. മുമ്പാണ് 7 നമ്മൾ നിന്നിട്ടുണ്ട്. അശ്വതി പറയുന്നു റീന ഹാസ് റിട്ടൺ എ പോയം. വി ഹാവ് ക്ലീൻഡ് ദ പ്ലേറ്റ്. ഓക്കെ. യെസ്. അപ്പോ സർ ഇറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഹാസ് it has moved. ഇതടങ്ങി. ഇറ്റ് ഹാസ് fallen down. താഴെ വീണു. യെസ്. വെരി ഗുഡ്. അപ്പോ 7 നിങ്ങൾ അത് നോക്കി വെച്ചേക്കും. പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല, അത് പിന്നീട് നമുക്ക് ഇത് നോക്കാം. നോക്കി വെച്ചേക്കും. കാരണം ഇനി ഇതിനെ വിട്ടിട്ട് വേണം നമുക്ക് അങ്ങാട് പോകുന്നത് മാറ്റിയൊക്കെ പിടിക്കാൻ. യെസ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞത് ആരെയാണ്? ആര്യ വികാസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറയുന്നു. കോളിംഗ് ബില്ല് കേട്ട് കഴിഞ്ഞപ്പോഴേ ആര്യ വന്ന് പുറത്തേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോ വികാസിനെ അന്വേഷിച്ചു വന്നേക്കണ ഒരു ഫ്രണ്ടാണ്. അകത്ത് ചെന്നിട്ട് വികാസിനോട് പറയണം നിങ്ങളെ വിളിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നു. He will call me. ആ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ വിളിക്കുന്നതായിട്ട് ആ മൂന്നാമത്തേോട്ട് വന്നു. അങ്ങനെ നിങ്ങളെ വിളിക്കുന്നത് ഉദ്ദേശിക്കുന്നു. ആ നിങ്ങളെ വിളിക്കുന്നു. പറഞ്ഞു നോക്ക്, തെറ്റിക്കോട്ടെ. ചെറിയ കുട്ടികൾ മക്കളൊക്കെ നമുക്ക് വേണമെങ്കിൽ നിന്നെ വിളിക്കുന്നു എന്ന് പറയാം. അങ്ങനെ പറയുന്നത് നിങ്ങളുടെ മകന്റെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ വന്നു കഴിഞ്ഞപ്പോ എടാ നിന്നെ വിളിക്കുന്നു, എടാന്നൊക്കെ പറഞ്ഞു, നിന്നെ വിളിക്കുന്നു. ജെറുഷ കോളിംഗ് യു, കോളിംഗ് ഫോർ യു. അപ്പൊ നിനക്ക് വേണ്ടി വിളിക്കുന്നു. ചുരുക്ക് 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 നിന്നെ വിളിക്കുന്നു. യു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും. കാരണം എന്താണെന്ന് വെച്ചാല് വികാസല്ല വിളിക്കണേ, വികാസിനെയാണ് വിളിക്കണത്. മാറിപ്പോകരുത്. വികാസം വിളിച്ചിട്ടില്ല, വികാസിനെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഓക്കെ. നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരും, മുറ്റത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ആള് വന്നേക്കുന്നത്. കണ്ടോ സംസാരിച്ചോ. ഓക്കെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വെപ്പിച്ചാൽ മതി. നമുക്ക് ഇതിന്റെ ബാലൻസ് അന്നേരത്ത് നോക്കാം. നമുക്ക് അന്നേരത്ത് റെഡിയാക്കാം. ഓക്കെ. സോ വി വിൽ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ഹി കോൾസ് യു. പതിവായിട്ട് വിളിക്കാറുണ്ടായി. എന്താണ് പറഞ്ഞത്? പറഞ്ഞോളൂ. Okay, sir. As we come to the end of today's session, let me share a short story with you. Once a little boy was trying to lift a heavy stone. He tried again and again, but he couldn't move it. His father was watching and asked, "Are you using all your strength?" The boy replied, "Yes, I am." The father smiled and said, "No, you are not. You haven't asked me to help." Moral: sometimes asking for help is also a sign of strength, not weakness. Thank you, everyone. Let's carry this message with us and support each other always. Have a wonderful day ahead. Thank you, sir. Okay, welcome. Very good, very good, very good. Thank you, sir. Okay, welcome. Thank you, sir.